ഹലോ ഫ്രണ്ട്സ്, റവ വെച്ചിട്ട് എളുപ്പത്തിലൊരു ഉപ്പുമാവ് തയ്യാറാക്കിയാലോ. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവാളയ്ക്ക് ഏകദേശം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 2.25 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റവ നമ്മൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുത്താലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടുകയുള്ളൂ. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചെറിയ കട്ട പോലെ തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു രീതിയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നമുക്ക് ഒരുപാട് രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.